നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചി എന്നോട് പിണങ്ങിയിരിക്കുകയാണോ? നീ എന്നോട് മിണ്ടണ്ട. നീ ഇപ്പൊ വലിയ ജോലിക്കാരിയായില്ലേ, അതുകൊണ്ട് നിന്റെ തീരുമാനങ്ങളെല്ലാം നിനക്ക് ഒറ്റയ്ക്കെടുക്കാമെന്നൊരു തോന്നലുണ്ടായി കാണും. പക്ഷെ ഞാൻ ഇപ്പോഴും നിന്റെ ചേച്ചിയാ. ആ അധികാരം വച്ച് ഞാൻ പറയാം, നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ എന്തായാലും ഹോസ്റ്റലിലേക്ക് മാറും ചേച്ചി. നീ എന്താടി ഞാൻ പറയുന്നതൊന്നും കേൾക്കാത്തെ? ഞാനിവിടെ നിന്ന് മാറുന്നത് നമ്മുടെ രണ്ടുപേരുടെ നല്ലതിനാ. ഞാൻ ഈ വീട്ടിൽ തുടർന്ന ഇവരെന്നെ കള്ളിയാക്കുക മാത്രല്ല, ചിലപ്പോ കൊലപാതകയും ആക്കും. ചേച്ചി സംശയിച്ചതുപോലെ സ്വപ്നയുടെ മാല ഞാനാണ് മോഷ്ടിച്ചതെന്ന് വരുത്തി തീർക്കാൻ തന്നെയായിരുന്നു അവരുടെ ശ്രമം. എന്തോ ഭാഗ്യത്തിന് കുഞ്ഞാറ്റ മാല എന്റെ ബാഗിലിടുന്നത് ഞാൻ കണ്ടു. ഞാനാ ആ മാല കുഞ്ഞാറ്റയുടെ ബാഗിലിട്ടത്. ഇത്തവണത്തേക്ക് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ എപ്പോഴും ഇങ്ങനെ ഭാഗ്യം കൂടെ നിന്നെന്ന് വരില്ല. ഞാനിവിടെ തുടർന്ന എന്നെ ചേച്ചിക്കെതിരെ ഒരു ആയുധമാക്കി എല്ലാവരും ഉപയോഗിക്കും. പരീക്ഷയുടെ ഇടയില് ഇങ്ങനെ ഒരു ടെൻഷൻ തലയിൽ വെച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് താല്പര്യമില്ല ചേച്ചി. മാത്രമല്ല ഇവിടെ ഭാനുമതി അമ്മയുടെ ഭരണത്തിൽ താമസിക്കാൻ എനിക്ക് പറ്റില്ല. ഹോസ്റ്റലിലൊക്കെ താമസിക്കാന്ന് പറഞ്ഞാ ഇവിടത്തെക്കാൾ സുഖമായിരിക്കും ചേച്ചി. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചേച്ചി വെറുതെ എതിർത്തിട്ട് ഒരു കാര്യമില്ല. ചേച്ചിക്ക് ജീവിതകാലം മുഴുവൻ എന്നെ സംരക്ഷിക്കാൻ കഴിയില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് ശീലിക്കുന്നത് നല്ലതല്ലേ? മോളെ, ഇത്രയും സെന്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ നാട്ടിലെ തന്നെ ഒരു ഹോസ്റ്റലിലല്ലേ താമസിക്കുന്നേ. ഇവിടെ നിന്ന് അങ്ങോട്ട് കഷ്ടി 8 കിലോമീറ്റർ പോലും ഇല്ല. ചേച്ചിക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വരാലോ. മഹിമ ഇവിടുന്ന് പോവാൻ കാരണം ആ മാലയുടെ വിഷയമാണെന്ന് എനിക്കറിയാം. ഇനി അങ്ങനൊരു സംഭവം നടക്കില്ലെന്ന് ഞാൻ ഉറപ്പു തരാം. പോവാതിരുന്നൂടെ? നീ ഇവിടെ ഉള്ളത് മഞ്ജുവിന് വലിയൊരു സമാധാനമാണ്. നീ പെട്ടെന്ന് പോയാൽ അത് ഇവൾക്ക് വലിയ വിഷമാവും. ഞാനിവിടെ താമസിക്കുന്നത് പലർക്കും ഇഷ്ടമല്ല ഗിരിയേട്ടാ. ഇനി ഞാനിവിടെ തുടർന്ന നിങ്ങളുടെ ബന്ധം വഷളാവും. നിങ്ങൾ തമ്മിൽ ആവശ്യത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഞാനായിട്ടത് കൂട്ടാൻ നിൽക്കുന്നില്ല. ഞാൻ ആ ഹോസ്റ്റലിൽ കൂടുതൽ ഹാപ്പി ആയിരിക്കും. ഇനി ഈ കാര്യത്തിൽ ഒരു ചർച്ച വേണ്ട. ഭയങ്കര വാശിയാണല്ലോ അവൾക്ക്. അച്ഛന്റെ സ്വഭാവം